ടു അവർ ചാനൽ. അപ്പോൾ എന്തിനാണ് ഞാൻ ഈ വെളിയിൽ വന്ന് നിൽക്കണം ചോദിച്ചു കഴിഞ്ഞാൽ, ടു ബി ഓണസ്റ്റ് വീട്ടിൻ്റെ അകത്ത് വെട്ടമില്ല. അപ്പോൾ ഇന്നത്തെ പെർട്ടിക്കുലർ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാകും. ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രോഡക്റ്റ്സ് എല്ലാം എടുത്ത് വെച്ചു, ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്തു, ക്യാമറ ഓണാക്കി വെച്ചപ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു എഫക്റ്റ്. ഓക്കെ, ക്ലിയർ അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വെളിയിൽ നിന്ന് എടുക്കാമെന്ന്. കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്യാം. ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, വളരെ കുറച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്തൊരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാനുള്ള ഞാൻ മാറി നിന്നിട്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നിൽക്കണമായിരിക്കും ഒരു ഇതിന് നല്ലത്. ഓക്കെ ഓക്കെ, ഇത് സെറ്റല്ലേ? ഇത് സെറ്റല്ല. ഓക്കെ, സോ കുറച്ച് പേരുടെ അടുത്ത് മേക്കപ്പ് ഡീറ്റെയിൽസും ഇങ്ങനെ ലിപ്സ്റ്റിക് ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കാറുണ്ട്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു നീഷിലാണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. കുറേ നാളായിട്ട് ഇതിൽ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, ബട്ട് ഗ്രാജ്വലി ആണ് ഈ ഒരു ചാനൽ ഗ്രോ ചെയ്ത് വന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ ഇട്ട് വന്ന് വ്ളോഗ്സ് ഒന്നും ഞാൻ അധികം ഇടില്ലായിരുന്നു. എല്ലാം ഇങ്ങനെ എന്തെങ്കിലും ബ്യൂട്ടി അല്ലെങ്കിൽ മേക്കപ്പ് അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് ഇടാറുള്ളായിരുന്നുള്ളൂ. അപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഞാൻ വ്ളോഗ്സ് ഇട്ട് തുടങ്ങിയത്. അപ്പോൾ പീപ്പിൾ സ്റ്റാർട്ട് ലൈക്കിങ് ഇറ്റ്. അപ്പോൾ ദേ സ്റ്റാർട്ടഡ് ആസ്കിങ് ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് പറഞ്ഞു കൊടുക്കുമോ, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് പറഞ്ഞു കൊടുക്കുമോ, അല്ലെങ്കിൽ ക്ലാസ് ആയിട്ട് എടുക്കുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഐ തോട്ട് ഇതിട്ടാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാനിന്ന് മോയ്സ്ചറൈസറിന് യൂസ് ചെയ്യുന്നത് റിക്വലിൻ്റെ ഈ ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. കുറേ നാളായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നത്. എന്നെ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. 4+ years ആയിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് മോർ ദാൻ ദാറ്റ് ഞാനൊരു കോണ്ടൻറ്റ് ക്രിയേറ്ററായിട്ട് കുറേ നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ഇപ്പോഴാണ് കുറച്ചൊന്ന് ആൾക്കാരിലേക്ക് എത്തി തുടങ്ങിയത്. ഓക്കെ, സോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഹായ്, എൻ്റെ പേര് പാർവതി എന്നാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യണ മേക്കപ്പ് ലുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ്. വളരെ കുറച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ചെയ്യുന്ന മേക്കപ്പ് ലുക്കാണ്. അതിലുപരി ഞാൻ കുറച്ച് പ്രോഡക്റ്റ് ഇന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൽ കുറച്ച് നാളായിട്ടുള്ള ബ്രാൻഡാണ്, പ്രോഡക്റ്റാണ്, പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. വളരെ കുറച്ച് മിനിമൽ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നമ്മളൊരു മേക്കപ്പ് ലുക്ക് ചെയ്യാണ്. സോ ഇതൊരു ലോറിയലിൻ്റെ ഇൻഫാലിബിൾ ഫുൾ വെയർ ഫൗണ്ടേഷൻ കൺസീലറാണ്. ആൻഡ് ദിസ് ഈസ് LA Pro കൺസീലാണ്. ഓക്കെ, ഈ രണ്ട് പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ രണ്ട് പ്രോഡക്റ്റും മിക്ക പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിലും ഉള്ള പ്രോഡക്റ്റാണ്. കാര്യം ഇത് അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു കൺസീലർ നോക്കുന്നുണ്ടെങ്കിൽ, നല്ല ബ്രാൻഡ് നോക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ബ്രാൻഡ്സിൻ്റെ കൺസീലർ, എസ്പെഷ്യലി ഇപ്പോൾ ഈ കാണിക്കുന്ന രണ്ടും അടിപൊളിയാണ്. സോ നിങ്ങളുടെ ആവശ്യാനുസരണം, ഇപ്പം കളർ കറക്റ്റർ വേണോ, കൺസീലർ ഹൈലൈറ്റ് ചെയ്യണോ, കൺസീൽ ചെയ്യണോ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ രണ്ട് ബ്രാൻഡ്സിനും ചൂസ് ചെയ്യാം. അഫോർഡബിൾ റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് 600 സംതിങ് ആണ്, 700 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതേപോലെയാണ് ഇതിൻ്റെ പ്രൈസും വരുന്നത്. 1000 അകത്ത് തന്നെയാണ് ഇത് വരുന്നത്. 500 എബോ വരുന്നുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ പ്രൈസും. ഞാൻ പ്രൈസ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, ഇതിൻ്റെ ഷെയ്ഡ് വരുന്ന പ്യോർ ബേജ് ആണ്. അതുപോലെ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ആംബർ എന്ന് പറയുന്ന ഷെയ്ഡാണ്, 312. ഓക്കെ, ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എൻ്റെ അണ്ടർ ഏരിയയിലും എനിക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് പോവാം. ഓക്കെ, ഞാൻ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. കാര്യം ഇത് ഞാൻ എൻ്റെ ഓൺ പ്രോഡക്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഓൾവേസ് ബെറ്റർ നമ്മൾ കയ്യിലെടുത്തിട്ട് ചെയ്യണത്. അതാണ് ഈ ഹൈജീൻ നോക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ അപ്ലൈ ചെയ്യരുത് കേട്ടോ. സോ ഈ രണ്ട് ഷെയ്ഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ച് ലൈറ്ററാണ്. ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു ഷെയ്ഡ് കുറച്ചൊരു ഓറഞ്ച്. ഓക്കെ, ഇതൊരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നൊരു ഷെയ്ഡാണ്. എന്നാൽ എൻ്റെ സ്കിന്നുമായിട്ട് മാച്ച് ആവുന്നൊരു ഷെയ്ഡാണ്. കണ്ടോ, ഇതെന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതുവഴി അങ്ങ് ചെയ്ത് പോവാം. പിന്നെ ഞാൻ ലൈറ്റർ ഷെയ്ഡ് അപ്ലൈ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്കൊരു ബ്രൈറ്റർ, അതായത് ഈ ഒരു ഏരിയയിൽ ബ്രൈറ്റർ ആവണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലൈറ്റർ ഷെയ്ഡ് അപ്ലൈ ചെയ്തത്. ഓക്കെ, എൻ്റെ കൈ തന്നെയാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നമ്മളിത് വളരെ കുറച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട്. ഓക്കെ,
ഓൾവേസ് ബെറ്റർ ഈ ഒരു റിംഗ് ഫിംഗർ വെച്ച് ചെയ്യണം, ബിക്കോസ് അതിൽ പ്രഷർ കുറവാണ്. അപ്പം ഞാൻ ഈ ഒരു കൈ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, കണ്ടോ ഒരു ഹൈലൈറ്റ്, ഇങ്ങനെ ഒരു എടുപ്പ് വന്നില്ല അവിടെ. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ലൈറ്റർ ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് നേരം എടുക്കും ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബ്രഷ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു അഫോർഡബിൾ റേഞ്ചിൽ നിങ്ങൾക്കിപ്പം കൈ വെച്ചാണെങ്കിലും എങ്ങനെ ചെയ്യാം എന്നൊന്ന് കാണിക്കാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കൈവച്ച് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. ഇപ്പം ഞാൻ കൺസീലിംഗ് ചെയ്ത് കഴിഞ്ഞു, ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കൺസീലേഴ്സ് മിക്സ് ചെയ്തിട്ടും ചെയ്യാം, ഇല്ലാതെ ഞാൻ നേരത്തെ അപ്ലൈ ചെയ്ത പോലെ ആവശ്യമുള്ളത് മാത്രം കൺസീലർ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് മിക്സ് ആയിക്കോളും. എവിടെയാണോ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത് അവിടെ ലൈറ്റർ ഷെയ്ഡ്സ് കൊടുക്കാം, എവിടെയാണോ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യേണ്ടത് അവിടെയൊക്കെ സെയിം ഷെയ്ഡോ അല്ലെങ്കിൽ അതിൻ്റെ താഴത്തെ ഒരു ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കൺസീൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഐബ്രോസ് ചെയ്യാനായിട്ട് പോവാണ്. എൻ്റെ ഐബ്രോ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, സോ അത് ഇത്തിരി നേരം ഇരുന്ന് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രോ ഫില്ലറാണ്. വളരെ അഫോർഡബിളാണ്, 60 റുപ്പീസേ ഉള്ളൂ. അത് മാഴ്സിൻ്റെയാണ്. യെസ്, മാഴ്സിൻ്റെ ബ്രോ ഫില്ലർ. ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് കാണാൻ പറ്റില്ല, സോ ഞാൻ ബെറ്റർ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി ചെയ്തിട്ട് വരുന്നതാണ്. ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക ഐബ്രോസിൻ്റെ താഴെ. നമ്മൾ സെയിം കൺസീലർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഈ ബ്രോ ഫില്ല് ചെയ്യുന്ന ആ പെൻസിൽ ഭയങ്കര ഇഷ്ടമാണോയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമല്ല. എനിക്ക് പൗഡേഴ്സാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാനൊരു അഫോർഡബിൾ റേഞ്ചിലുള്ള ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതിൻ്റെ പെർഫോമൻസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുന്ന് ഫില്ല് ചെയ്യാം. എനിക്ക് അത്രയും ഇങ്ങനെ ഡാർക്കായിട്ടുള്ള ഐബ്രോസ് ഇഷ്ടമല്ല, സോ എനിക്ക് വേണ്ട രീതിയിൽ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, സോ പൗഡറിന് വേണ്ടിയിട്ട് ഇത് ഹിമാലയയുടെ ഈ ഒരു ബേബി പൗഡറാണ് എടുക്കുന്നത്. പൗഡർ സെറ്റിംഗ് ചെയ്താൽ മതിയല്ലോ, അത് അഫോർഡബിൾ റേഞ്ചിൽ ചെയ്യണമല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം എടുത്തിരിക്കുന്നത്. ഇല്ല നിങ്ങളുടെ കയ്യിൽ കോമ്പാക്റ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ലൂസ് പൗഡേഴ്സ് വേറെ മേക്കപ്പ് ലൂസ് പൗഡേഴ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, ഒരു പൗഡർ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് കയ്യിൽ കുറച്ച് പൗഡർ എടുത്തിട്ടുണ്ട്. പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും പൗഡർ എടുക്കാതെ എന്താ ഈ ചെയ്യണം. പൗഡർ എടുത്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ആവശ്യമുള്ള മാത്രം ഡാബ് ചെയ്തെടുത്ത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. കഴുത്തിൽ അപ്ലൈ ചെയ്തിട്ടില്ലേ, മീൻസ് മേക്കപ്പ് നേരത്തെ കൺസീലർ ചെയ്തില്ലേ, അത് ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്തില്ല. ഓക്കെ, അടുത്തത് ഈ ഒരു ബ്ലഷാണ് അപ്ലൈ ചെയ്യാനാണ് പോകുന്നത്. എറ്റൂഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വാട്ടർ ടിൻറ്റാണ്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. സോ ലെറ്റ്സ് ട്രൈ. പൗഡറിൻ്റെ ഇത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മാറ്റി കളയും കേട്ടോ, ലൈക്ക് ഡസ്റ്റ് ഓഫ് ചെയ്ത് കളയും. ഇത് 450 റുപ്പീസാണ് ഇതിന് വരുന്നത്. പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയില്ല, കാര്യം ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഓ ഓക്കെ, നൈസ്. ഓക്കെ, ഒരു ടിൻറ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നല്ലതാണ്. കാര്യം ആ ഒരു ഫ്ലഷ് ലൈക്ക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നൈസ്. കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യണം. ഇതിപ്പം വളരെ മൈൽഡായിട്ടേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. കുറച്ചും കൂടെ ഇട്ടാലും കുഴപ്പമില്ല. ഓക്കെ,
നൈസ്. അതാണ് കളർ വന്നത്. ഇതാണ് എൻ്റെ ഒരു പിഗ്മെൻറ്റേഷൻ എന്ന് പറയണത്. ഓക്കെ, ഇനി എൻ്റെ ഫേവറേറ്റ് പാർട്ട്, ഹൈലൈറ്റർ. ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഫേ ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നുള്ള ഹൈലൈറ്റർ. ഭയങ്കര ഒരു ഗ്ലോസി ലുക്കാണ് ഇതിന് വരുന്നത്. സോ ലെറ്റ്സ് ട്രൈ ഇറ്റ്. ഓക്കെ, ഓ നൈസ്. ഈശ്വര, നീ കാണാൻ പറ്റുന്നുണ്ടോ? കണ്ണിൻ്റെ മേലെ കൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ മേക്കപ്പിന് പ്രത്യേകിച്ച് റൂൾസും കാര്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം നമുക്ക് എന്താണോ ഔട്ട് വേണ്ടത് അതനുസരിച്ചാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, നൈസ്. 650 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഇതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാവേ. ഫേ ബ്യൂട്ടി എന്നാണ് ഈ ബ്രാൻഡ് നെയിം. സോ ഐക്ക് വേണ്ടിയിട്ട് ഞാൻ കെ ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നുള്ള ഒരു ബ്രൗൺ കാജലാണ് എടുക്കുന്നത്. എനിക്കൊരു ബ്രൗൺ ടിൻറ്റ് കൊണ്ടുവന്നാൽ മതി. അതാണ് ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാതെ പ്രോഡക്റ്റ് എടുത്തിട്ട് കൈവച്ച് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇതാണ് എനിക്ക് ആവശ്യം, ഒരുപാട് വേണ്ട. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക്. ഓക്കെ, ഇത് വിനൈൽ ഇങ്കിൻ്റെ ലിപ്പി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. കുറേ പേര് ചോദിച്ച ഈ ഷെയ്ഡ് ഏതാന്നുള്ളത്. സോ ഇത് ആദ്യം ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ വിനൈൽ ലിപ്സ്റ്റിക്ക് എല്ലാം ആദ്യം നന്നായിട്ട് തന്നെ ഷേക്ക് ചെയ്യുക. നിങ്ങളൊരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇങ്ങനെ ഷേക്ക് ചെയ്യുക. എന്നിട്ട് ആവശ്യമുള്ള പ്രോഡക്റ്റ് എടുക്കുക. ഒത്തിരി എടുക്കാതെ അപ്ലൈ ചെയ്യരുത്, ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണ്ണാടിയിലൊന്ന് പോയി നോക്കി കറക്ഷൻ ചെയ്തിട്ട് വരാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഇത് നിങ്ങൾക്കൊരു ഡെയിലി വെയർ മേക്കപ്പായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ലുക്കാണ്. കാര്യം ഇതിൽ ഒരുപാട് സ്റ്റെപ്സും കാര്യങ്ങളുമില്ല. വളരെ കുറച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ. വളരെ അധികമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. കൺസീൽ ചെയ്യുക, ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക, ഐബ്രോസ് ചെയ്യുക, ജസ്റ്റ് മസ്കാര ഇട്ട് കൊടുക്കുക, ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ ഒരുപാട് സ്റ്റെപ്സ് ഇല്ല. ബിക്കോസ് മേക്കപ്പിനെ കുറിച്ച് ശരിക്കും അറിയാമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, പല സ്റ്റെപ്പുകളുണ്ട് മേക്കപ്പ് റൊട്ടീൻ ചെയ്യാനായിട്ട്. പക്ഷേ ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഡെഫിനറ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക. എങ്ങനെ സപ്പോർട്ട് ചെയ്യും? സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ബൈ ബൈ.